ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ്. എല്ലാവരും പ്ലസ് ടുവിലെ എക്കണോമിക്സ് പഠിക്കാൻ റെഡി ആയിരിക്കുകയാണ് അല്ലേ? സോ വെൽക്കം ടു എക്സാം പോയിന്റ്. നമ്മൾ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചാപ്റ്ററായ ഇൻട്രോഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ്. ഈ ചാപ്റ്റർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലേ, കാരണം ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട വരുന്നതാണ് ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ടീച്ചർ നോട്ടൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിൻ്റെ എക്സാം പോയിന്റ് എന്ന ഗൈഡ് റെഫർ ചെയ്തിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങളും ആ ഗൈഡ് റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതുപോലത്തെ നോട്ട്സും അതുപോലെ തന്നെ മുൻകാല ചോദ്യ പേപ്പേഴ്സ്, സോൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ കിട്ടും. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വൈകിക്കാതെ നമ്മുടെ പാഠത്തിലേക്ക് കടന്നാലോ മക്കളെ? നമുക്കപ്പോൾ ഈ ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ പഠിക്കാനുണ്ട് അല്ലേ? അപ്പോൾ അത് ഏതാണെന്ന് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. ഏതൊക്കെയാണ്? എക്കണോമിക്സ് പഠിക്കാനുള്ളത്. എക്കണോമിക്സ് എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? പിന്നെ എന്താ പഠിക്കാനുള്ളത്? സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. ഒരു സമ്പദ്ഘടനയുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ച് നമ്മൾ ഈ പാഠത്തിൽ ഡീറ്റെയിൽ ആയി പഠിക്കും കേട്ടോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്താണ്? അതെങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാൽ എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് activities and positive and normative economics and micro and macro economics. അതായത് മൈക്രോ എക്കണോമിക്സിന്റെ തരംതിരിവും മാക്രോ എക്കണോമിക്സിന്റെ തരംതിരിവും എല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. അപ്പൊ ആദ്യത്തെ ടോപ്പിക് എന്താ ടീച്ചർ പറഞ്ഞത്? എക്കണോമിക്സ് ആണ് അല്ലേ? അപ്പൊ എക്കണോമിക്സിനെ കുറിച്ച് നമുക്ക് പഠിച്ചാലോ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യ പോർഷൻ തന്നെ എന്താണ്? എക്കണോമിക്സ് ഏത് ഭാഷയിൽ നിന്നാണ് രൂപം കൊണ്ടത്? ഒന്ന് നോക്കൂ. The word economics is derived from the Greek word oikonomia, which means household management. എന്താണ് പറയുന്നത്? നമ്മുടെ എക്കണോമിക്സ് അതായത് സാമ്പത്തിക ശാസ്ത്രം എന്ന പദം രൂപം കൊണ്ടത് ഗ്രീക്ക് ഭാഷയിൽ നിന്നുമാണ്. അതായത് ഗ്രീക്ക് വേർഡായ ഒയിക്കണോമിയ എന്ന പദത്തിൽ നിന്നുമാണ് സാമ്പത്തിക ശാസ്ത്രം രൂപം കൊണ്ടത്. അപ്പൊ എന്താണ് ഒയിക്കണോമിയുടെ അർത്ഥം? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്. എന്താണ്? വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ്, ഗൃഹഭരണം എന്ന അർത്ഥം വരുന്ന ഒയിക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് രൂപം കൊണ്ടത്. In early days, economics was known as political economy. ആദ്യ കാലങ്ങളിൽ നമ്മുടെ എക്കണോമിക്സ് എന്നല്ല അറിയപ്പെടുന്നത്, മറിച്ച് എന്താണ്? പൊളിറ്റിക്കൽ എക്കണോമി, രാഷ്ട്രീയ സാമ്പത്തിക ശാസ്ത്രം എന്നാണ് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രത്തെ പണ്ട് കാലങ്ങളിൽ അറിയപ്പെടുക കേട്ടോ. ആൽഫ്രഡ് മാർഷൽ വാസ് ദ ഫസ്റ്റ് ടൈം യൂസ്ഡ് ദ ടേം എക്കണോമിക്സ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് പൊളിറ്റിക്കൽ എക്കണോമി. ആൽഫ്രഡ് മാർഷൽ എന്നൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് എക്കണോമിക്സ് എന്ന പദം ഉപയോഗിച്ചത്. എന്തിനു പകരമായിട്ട് മക്കളെ? യെസ്, വെരി ഗുഡ്. പൊളിറ്റിക്കൽ എക്കണോമി എന്ന പദത്തിന് പകരമായിട്ട് ആൽഫ്രഡ് മാർഷൽ എന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ആദ്യമായിട്ട് എക്കണോമിക്സ് എന്ന പദം ഉപയോഗിച്ചത്. എക്കണോമിക്സ് എമേർജ്ഡ് ആസ് എ മേജർ ഡിസിപ്ലിൻ വിത്ത് ദി പബ്ലിക്കേഷൻ ഓഫ് ആഡം സ്മിത്ത് ഫേമസ് ബുക്ക് വെൽത്ത് ഓഫ് നേഷൻ ഇൻ 1776. സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ആഡം സ്മിത്തിന്റെ ഒരു പ്രശസ്തമായ കൃതിയാണ് വെൽത്ത് ഓഫ് നേഷൻ. 1776 ആഡം സ്മിത്ത് ഈ ഒരു കൃതി ഇറക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ കൃതിയിലൂടെയാണ് ഒരു സ്വതന്ത്ര ശാഖയായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ശാഖയായിട്ട് സാമ്പത്തിക ശാസ്ത്രം ഉരുത്തിരിഞ്ഞു വന്നത്. ക്ലിയർ ആയോ? അതുകൊണ്ട് തന്നെ ആഡം സ്മിത്ത് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് ആരെയാണ് അറിയപ്പെടുന്നത്? ആൽഫ്രഡ് മാർഷലിനെ ആണോ? അല്ല, ആഡം സ്മിത്തിനെ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, നമ്മുടെ പരീക്ഷയ്ക്കൊക്കെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എ സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ എക്കണോമി. എന്താണ്? നമ്മുടെ സമ്പദ്ഘടന നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, ഒരു എക്കണോമി അതായത് ഒരു സമ്പദ്ഘടന അല്ലെങ്കിൽ ഒരു രാജ്യം, ആ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ +1 എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസപ്ഷൻ അല്ലേ? പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസംഷൻ ആർ ദ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ എൻ എക്കണോമി എന്ന് പറയാം അല്ലെ? ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടനയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. എന്ത് പ്രവർത്തനങ്ങൾ? വെറുതെ പ്രവർത്തനം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ? സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് പ്രൊഡക്ഷൻ, ഉൽപാദനം, എക്സ്ചേഞ്ച് പറഞ്ഞാൽ എന്താണ്? വിനിമയം നടത്തുക. എക്സ്ചേഞ്ച് ആൻഡ് കൺസപ്ഷൻ, അതായത് നമ്മളൊരു ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്താൽ ആ പ്രൊഡക്റ്റ് ആര് വാങ്ങണം? കസ്റ്റമർ വാങ്ങണം അല്ലേ? അപ്പൊ അവിടെ എന്ത് നടത്തണം? കൺസപ്ഷൻ അല്ലെങ്കിൽ ഉപഭോഗം നടത്തണം. പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് ആൻഡ് കൺസപ്ഷൻ ആർ ദ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റീസ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാലേ, നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്തൊക്കെ
എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമോ? പ്രശ്നങ്ങൾ വരില്ലേ? നമ്മൾ എന്ത് പ്രവർത്തനം നടത്തിയാലും ചെറിയ 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 പ്രശ്നങ്ങളും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് വരാറുണ്ട് അല്ലേ? ഇപ്പൊ ടീച്ചർ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ നിങ്ങൾ എല്ലാവരും +2 പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ടീച്ചർ ഉദ്ദേശിച്ചത് പഠനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്താണ്? അതായത് നിങ്ങളുടെ മുമ്പിലുള്ളത് ആകെ ഒരു വർഷം, ജൂൺ മുതൽ മാർച്ച് വരെ ആകെ സമയം എന്ന് പറയുന്നത് ഒരു വർഷമേ ഉള്ളൂ. ആ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഈ 6 സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നല്ല രീതിയിൽ റെഫർ ചെയ്ത് നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം. അതാണ് നിങ്ങൾ നേരിടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ എക്കണോമിയിലും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. Economic problem is the problem of economizing scarce resources. Economizing means the making the best use of alternative or available resources. എന്താണ് പറയുന്നത്? അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ എക്കണോമിയിൽ പ്രൊഡക്ഷൻ, എക്സ്ചേഞ്ച് അല്ലെങ്കിൽ കൺസപ്ഷൻ, ഈ 3 ആണ് നമ്മുടെ ബേസിക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു അല്ലേ? ഈ ആക്ടിവിറ്റി നടത്തുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപാട് റിസോഴ്സസ് ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ ഒരുപാട് സ്രോതസ്സുകളെ അല്ലെങ്കിൽ ഒരുപാട് ഉറവിടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആശ്രയിക്കണം. പക്ഷെ നമ്മുടെ സമ്പദ്ഘടനയിൽ അത്തരം ഉറവിടങ്ങൾ അല്ലെങ്കിൽ അത്തരം സ്രോതസ്സുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ ലഭ്യമായ സ്രോതസ്സുകൾ ഉപയോഗിച്ച് കാര്യക്ഷമമായി ഗുഡ്സ് ആൻഡ് സർവീസസിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് നമ്മുടെ എക്കണോമി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ വന്നിട്ടുണ്ട് അല്ലേ? എന്താണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് എൻ എക്കണോമി എന്നത്? അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് +2 സ്റ്റുഡൻസിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വർഷമാണ് അല്ലേ? ഈ ഒരു വർഷമേ ഉള്ളൂ, 6 സബ്ജക്റ്റ് പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം. അപ്പോൾ ടീച്ചർമാർ എന്ത് ചെയ്യും? ക്ലാസ് ടെസ്റ്റ് നടത്തുന്നില്ലേ? ഈ ക്ലാസ് ടെസ്റ്റും അതുപോലെ ടെർമിനൽ ഇവാലുവേഷനൊക്കെ നടത്തുന്ന സമയത്ത് ചില കുട്ടികൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും, ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും? മാർക്ക് കുറവായിരിക്കും അല്ലേ? അപ്പോൾ ആ കുറവ് കിട്ടാൻ എന്തായിരിക്കും കാരണം? ഒരുപാട് കാരണം ഉണ്ടാവും. ടീച്ചർ ചിലപ്പോൾ ഇട്ട ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾക്ക് ഭയങ്കര കഷ്ടമായിരിക്കും, ആ സ്പെസിഫിക് പോർഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ടീച്ചർ ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങൾ എന്തായിരിക്കും? ആ ടോപ്പിക്കിൽ എടുത്ത സമയത്ത് നിങ്ങൾ ആബ്സെന്റ് ആയിരിക്കും അല്ലേ? അങ്ങനെ പല 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 കാരണങ്ങൾ നിങ്ങൾക്ക് ആ മാർക്ക് കുറയാനുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിയിൽ സെൻട്രൽ പ്രോബ്ലംസ് ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്. എക്കണോമിക് പ്രോബ്ലം അറൈസസ് ഡ്യൂ ടു 3 റീസൺസ്. അതായത് 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരു സമ്പദ്ഘടനയിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. രണ്ടാമത്തെ, റിസോഴ്സസ് ആർ ലിമിറ്റഡ്. മൂന്നാമത്തെ, റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അപ്പൊ ഒന്നാമത്തേനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ എന്തായിരുന്നു ടീച്ചർ പറഞ്ഞത്? ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മുടെ മനുഷ്യന്റെ ആവശ്യം എന്ന് പറയുന്നത് അപര്യാപ്തമാണ് അല്ലെങ്കിൽ അപരിമിതമാണ്. When one want is satisfied, another want occur for satisfaction. ഒരു ആഗ്രഹം പൂർത്തീകരിച്ച ഉടൻ തന്നെ മറ്റൊരാഗ്രഹം നമ്മളിൽ ഉടലെടുക്കുന്നു അല്ലേ? ഇപ്പൊ ടീച്ചർ ഒരു ഉദാഹരണം പറഞ്ഞുതരാം കേട്ടോ. നമ്മളൊക്കെ കുട്ടിയായിരുന്ന സമയത്ത്, നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കൊരു സൈക്കിൾ വാങ്ങണം എന്നായിരുന്നു ഒരാഗ്രഹം കേട്ടോ. അപ്പൊ സൈക്കിൾ വാങ്ങിക്കഴിഞ്ഞാൽ അടുത്തൊരാഗ്രഹം നമുക്ക് എന്താവും? ഒരു സ്കൂട്ടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സ്കൂളിൽ പോവായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് കോളേജിൽ പോവായിരുന്നു അല്ലെ സ്കൂട്ടി കൊണ്ട്. അപ്പൊ സ്കൂട്ടി നമുക്ക് കിട്ടിയ അടുത്ത ആഗ്രഹം എന്തായിരുന്നു? ബോയ്സിന്റെയൊക്കെ, പ്രത്യേകിച്ച് ബോയ്സിനൊക്കെ എന്തായിരുന്നു ആഗ്രഹം? ബൈക്ക് വാങ്ങണം എന്നായിരുന്നു അല്ലെ? അപ്പൊ ബൈക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടിയ എന്തായിരുന്നു അടുത്തൊരാഗ്രഹം? എനിക്കൊരു കാറ് കിട്ടിയാൽ കൊള്ളാമെന്നായിരുന്നു അല്ലെ? അപ്പൊ സൈക്കിളിൽ തുടങ്ങി കാറിലേക്ക് അവസാനിച്ചു. കാറോടുകൂടി നമ്മൾക്ക് ആഗ്രഹം കഴിയോ? ഇല്ല. ചില കുട്ടികൾക്ക് എയറോപ്ലെയിൻ വരെ വാങ്ങണം എന്ന് ആഗ്രഹിക്കാം അല്ലെ? നമുക്ക് ആഗ്രഹിക്കുന്നതോട് തെറ്റില്ല അല്ലെ? അപ്പോൾ ഒരാഗ്രഹം കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മറ്റൊരു ആഗ്രഹം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതൊരു എക്കണോമിക് പ്രോബ്ലത്തിന് കാരണമാണ് കേട്ടോ. ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഓക്കെ, ഇനി രണ്ടാമത്തെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? റിസോഴ്സസ് ആർ ലിമിറ്റഡ്. മനുഷ്യന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ആവശ്യങ്ങളും ഉണ്ട്. ഈ ആവശ്യങ്ങളെയൊക്കെ സംതൃപ്തിപ്പെടുത്താനുള്ള സ്രോതസ് അല്ലെങ്കിൽ റിസോഴ്സസ് നമ്മൾക്ക് എന്താണ്? ഒരുപാടില്ല, വളരെ പരിമിതമാണ്. റിസോഴ്സസ് ആർ ലിമിറ്റഡ് ആണ്. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നമ്മൾ പഠിക്കുന്നത് റിസോഴ്സസ് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. ഒരു റിസോഴ്സസിൽ തന്നെ 1, 2, 3 ഉപയോഗങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്കണോമിക് പ്രോബ്ലം അറൈസസ് ഡ്യൂ ടു 3 റീസൺസ്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, resources are limited and resources have alternative uses.
നമ്മൾ ഇത്ര നേരം ഡിസ്കസ് ചെയ്ത് എന്താണ് എക്കണോമിക് പ്രോബ്ലം, ആ എക്കണോമിക് പ്രോബ്ലം ഉണ്ടാവാൻ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് അല്ലേ. പക്ഷെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടില്ല എന്തൊക്കെയാണ് എക്കണോമിക് പ്രോബ്ലം. 3 എണ്ണമാണ് നമുക്ക് എക്കണോമിക് പ്രോബ്ലം ഉള്ളത് കേട്ടോ. എന്തൊക്കെയാണ്? വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഫോർ ഹൂം ആർ ദീസ് ഗുഡ് പ്രൊഡ്യൂസ്ഡ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഹൂം ടു പ്രൊഡ്യൂസ് എന്നാണ് കേട്ടോ. അപ്പൊ നമുക്കിത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെയാണ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, എന്ത് ഉൽപ്പാദിപ്പിക്കും. എവരി സൊസൈറ്റി വാണ്ട്സ് thousands of products, but all commodity cannot be produced because of the shortages of resources. Therefore, it has to decide what type of goods should be produced. The question what to produce is related with allocation of resources. എന്താണ് പറയുന്നത് മക്കളെ? അതായത് ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൽ ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ 1000 ഗുഡ്സ് അല്ലെങ്കിൽ കോടാനുകോടി ഗുഡ്സ് ആൻഡ് സർവീസസ് തൻ്റെ ജനങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം എല്ലാ രാജ്യത്തിനും ഉണ്ടാകും, അല്ലെങ്കിൽ എല്ലാ സമ്പദ്ഘടനയ്ക്കും ഉണ്ടാകും. പക്ഷേ ആ ഗുഡ്സ് ആൻഡ് സർവീസസ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? അവിടെ റിസോഴ്സസ് വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്താലോചിക്കണം? പരിമിതമായ റിസോഴ്സസ് വെച്ചിട്ട് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ ഏതെല്ലാം സാധനങ്ങൾ നമ്മൾ ഉൽപ്പാദിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ് വാട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുന്നത്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്, പരിമിതമായ റിസോഴ്സസ് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഒരു രാജ്യത്തിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എക്കണോമിയിൽ ഡിസൈഡ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് അല്ലെങ്കിൽ ഹൗ ടു പ്രൊഡ്യൂസ്. അപ്പൊ നമുക്ക് നോക്കാല്ലേ ഒന്ന് വിശദമായിട്ട്. ദ ക്വസ്റ്റ്യൻ ഹൗ ടു പ്രൊഡ്യൂസ് ഈസ് റിലേറ്റഡ് വിത്ത് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്, അതായത് ഉൽപ്പാദിപ്പിക്കാറുണ്ട് അല്ലേ. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ് ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ്. അതൊരു പ്രശ്നമാണ് നമ്മൾക്ക് അല്ലേ. ഘട്ടം നല്ലൊരു പ്രശ്നം എന്ന് നമുക്ക് പറയാം അല്ലേ. അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം? ഒന്നില്ലെങ്കിൽ നമുക്ക് തൊഴിലാളികളെ നിരത്തി അല്ലെങ്കിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. അല്ലെങ്കിൽ നമുക്ക് യന്ത്രത്തിന്റെ സഹായം കൊണ്ട്, യന്ത്രത്തിന്റെ സഹായം തേടി നമുക്ക് നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. അപ്പൊ ഹൗ ടു പ്രൊഡ്യൂസിൽ വരുന്നതാണ് ലേബർ ഇന്റൻസീവ് ടെക്നിക് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക് എന്ന് പറയുന്നത്. എന്താണ് ഇപ്പൊ പറഞ്ഞത്? മനസ്സിലായോ എല്ലാവർക്കും? അതായത് ഒന്നും കൂടി ടീച്ചർ റിപ്പീറ്റ് ചെയ്യാണ്. ഹൗ ടു പ്രൊഡ്യൂസിൽ എങ്ങനെ ഉൽപ്പാദിപ്പിക്കും? ഒന്നില്ലെങ്കിൽ നമുക്ക് യന്ത്രത്തിന്റെ സഹായം കൊണ്ട് ഉൽപ്പാദിപ്പിക്കാം, അല്ലെങ്കിൽ തൊഴിലാളികളെ മുൻനിർത്തി അല്ലെങ്കിൽ തൊഴിലാളികളെ ഉപയോഗിച്ച് നമ്മുടെ സാധനങ്ങളും സേവനങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമ്മുടെ ചോയ്സ് ആണല്ലേ, അത് എക്കണോമിയുടെ ചോയ്സ് ആണ്. തൊഴിലാളികളെ നിർത്തണോ അല്ലെങ്കിൽ യന്ത്രങ്ങളെ നമ്മൾ ആശ്രയിക്കണമോ? അപ്പൊ ഈ ഒരു ഡിസിഷൻ നമ്മുടെ എക്കണോമി ഈ ഒരു പ്രശ്നത്തിൽ എടുക്കണം. ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെക്നിക്സ് വിച്ച് യൂസസ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. ഇവിടെ സാധാരണ കുട്ടികൾക്ക് ഒരു ഡൗട്ട് വരും. ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് ലേബേഴ്സിനെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും ഡൗട്ട് വരും അല്ലേ. അത് സ്വാഭാവികമാണ്, പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് എന്ന് പറയുന്നത് നമ്മൾ തൊഴിലാളികളെ കൂടുതലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും, പക്ഷെ അവിടെ കുറച്ച് ശതമാനം നമ്മൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു മക്കളെ? ക്യാപിറ്റൽ അല്ലെങ്കിൽ ഈ മെഷീൻസിനെയൊക്കെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്. അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കോളൂ. ഇറ്റ് ഈസ് ദ ടെക്നിക് വിച്ച് യൂസസ് മോർ ലേബർ ആൻഡ് ക്യാപിറ്റൽ ലെസ് ക്യാപിറ്റൽ അല്ലേ. അത് ഇറ്റ് ഈസ് ദ ടെക്നിക്സ് വിച്ച് യൂസസ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ. ഇതിന് നേരെ വൈസ് വേഴ്സ ആണല്ലോ ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ എന്താണ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ്. അതന്നെ, ഒരുപാട് യന്ത്രങ്ങളെ അല്ലെങ്കിൽ ഒരുപാട് ക്യാപിറ്റലിനെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, കുറച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തൊഴിലാളികളെ ആശ്രയിക്കുന്നു. ഇറ്റ് ഈസ് ദ ടെക്നിക് വിച്ച് യൂസസ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ. ഇപ്പൊ ഞാനൊരു കമ്പനി തുടങ്ങി, ഇപ്പൊ ടീച്ചർ ഒരു കമ്പനി തുടങ്ങുകയാണ്. ഈ കമ്പനിയിൽ ഒരുപാട് ചോക്ലേറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ എനിക്ക് ഒരുപാട് ലേബേഴ്സിനെ മുൻനിർത്തി അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ചോക്ലേറ്റും അല്ലെങ്കിൽ മറ്റുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക്
എനിക്ക് എന്ത് ചെയ്യാം, ഒരുപാട് ക്യാപിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഞാൻ ക്യാപിറ്റലിനെയാണ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഏത് തരം ഉൽപാദനമാണ് നടത്തുന്നത്? ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ് ആയിരിക്കും. അതേ സ്ഥാനത്ത് ഞാൻ യന്ത്രങ്ങളുടെ സഹായം അല്ലെങ്കിൽ യന്ത്രങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറച്ച് ഞാൻ ഒരുപാട് തൊഴിലാളികളെയാണ് ജോലിക്ക് വേണ്ടി നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് തരം ഉൽപാദനമായിരിക്കും മക്കളെ? ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് ആയിരിക്കും. അപ്പോൾ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? നമ്മുടെ എക്കണോമി നേരിടുന്ന മൂന്നാമത്തെ പ്രശ്നമാണ് ഫോർ whom are these good produce? For simply say whom to produce, അല്ലേ? For whom to produce means the functional distribution of output. Who gets how much of the goods that are produced in the economy? How should the produce of the economy distributed among the individuals in the economy? ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഏത് തരം ജനങ്ങളിലേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്, വിഭാവനം ചെയ്യേണ്ടത്? ആവശ്യക്കാർക്ക് കൊടുക്കണോ അല്ലെങ്കിൽ പണം കൈവശം വെക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണോ? അതൊരു രാജ്യം എന്ത് ചെയ്യണം? ചിന്തിച്ചിട്ട് വേണം അതിനാസ്പദമായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നീക്കാൻ. അതായത് പണം കൈവശമുള്ള ആൾക്കാർക്ക് മാത്രം നമ്മുടെ എക്കണോമി അല്ലെങ്കിൽ ഒരു രാജ്യം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണോ എന്ന് ഒരു എക്കണോമി ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ ഒരു ഉത്തരം നിർദ്ധാരണം ചെയ്യേണ്ടത് ആവശ്യമാണ്. ഫോർ എക്സാമ്പിൾ ടീച്ചർ പറയാം, ഒരു രാജ്യത്തിൽ ഒരുപാട് ദരിദ്രരായ ജനങ്ങളുണ്ട്, അവർക്ക് വിദ്യാഭ്യാസമോ ഹെൽത്ത് സർവീസോ ഒന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം എക്കണോമി? ആവശ്യക്കാർക്ക് വേണ്ടി അവിടെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു പ്രശ്നത്തിൽ എക്കണോമി നല്ലൊരു ഡിസിഷൻ ആയിരിക്കണം എടുക്കേണ്ടത്. അപ്പൊ എല്ലാവർക്കും ഈ 3 കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ whom to produce. Thus, every economy faces the problem of allocating the scarce resources to the production of different possible goods and services and of distributing the produced goods and services among the individuals within an economy. The allocation of scarce resources and the distribution of final goods and services are the central problems of an economy. നമുക്ക് എന്താ അതിൽ നിന്ന് മനസ്സിലായത്? നമ്മൾ ഇത്രയും നേരം പഠിച്ചതാണ് അല്ലേ? ഒരു എക്കണോമി അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടന അല്ലെങ്കിൽ ഒരു രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ കാര്യക്ഷമമായി ഉൽപാദനം നടത്തുക എന്നതാണ് ഒരു രാജ്യം അല്ലെങ്കിൽ ഒരു സമ്പദ്ഘടന നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. There are 3 central problems of an economy. First one is what to produce, and second one is how to produce, and third one is whom to produce. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 എണ്ണവും നല്ല രീതിയിൽ മനസ്സിലായി എന്ന് മിസ് വിചാരിക്കണം കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡെഫിനീഷൻ ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ചില ടെക്സ്റ്റ് ബുക്കിൽ ടീച്ചർ ആദ്യം തന്നെ പറയാം, ചില ടെക്സ്റ്റ് ബുക്കിൽ ഈ PPFനെ PPC എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാലും പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെഫിനേഷൻ നോക്കാം. PPC is also known as പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ്. PPCയുടെ മറ്റൊരു നാമമാണ് പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ്. അപ്പം 3 ചോദ്യത്തിന് ഉത്തരം നമുക്ക് കിട്ടിയില്ലേ? PPC എന്ന് പറഞ്ഞാലും, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാലും പ്രൊഡക്ഷൻ ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇനി ഡെഫിനേഷൻ നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻ ഓഫ് 2 goods which an economy can produce with the available resources and the given level of technology. ഒരു രാജ്യത്തിൽ അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ അവൈലബിൾ ആയിരിക്കുന്ന ടെക്നോളജിയും അതുപോലെ റിസോഴ്സസും ഉപയോഗിച്ച് നമ്മൾ കുറേ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ വിവിധ തരത്തിലുള്ള കോമ്പിനേഷൻസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഉൽപ്പാദിപ്പിക്കും. അത്തരം കോമ്പിനേഷനിലൂടെ നമ്മൾ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയാണ് നമ്മൾ PPC കർവ് എന്ന് പറയുന്നത്. നമ്മൾ ഡെഫിനേഷനിൽ നമ്മൾ നോക്കിയേ കാണാം 2 ഗുഡ്സ് എന്ന് കാണാം അല്ലേ? അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും, നമ്മുടെ എക്കണോമി 2 ഗുഡ് മാത്രമാണോ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന്. അപ്പൊ 2 ഗുഡ് അല്ല, നമ്മുടെ എക്കണോമി ഒരുപാട് കോടാനുകോടി ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ 2 ഗുഡ് എന്ന് പറയുന്നത് എല്ലാ ഗുഡിനെയും റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതായത് എല്ലാ ഗുഡിനും പകരമായിട്ടാണ് ഡെഫിനേഷനിൽ 2 ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ 2 ഗുഡ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എല്ലാത്തരം ഗുഡ്സ് ആൻഡ് സർവീസിനെയാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും തെറ്റിക്കരുത്. അപ്പൊ ഡെഫിനേഷൻ ഒന്നും കൂടി ടീച്ചർ വായിച്ചു തരാൻ നോക്കിക്കോളൂ. PPC is also known as production transformation curve. It is defined as the locus of points of combination of 2 goods which an economy can produce
produce with the available resources and the given level of technology. അപ്പോൾ ടീച്ചർ ഒരു പട്ടിക പ്രകാരം നിങ്ങൾക്ക് ഇത് വിശദീകരിച്ച് തരുമ്പോൾ കൂടുതലായി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നോക്ക് മക്കളെ, ഇവിടെ ഒരു പട്ടിക കാണാം അല്ലെ, ഒരു ടേബിൾ കാണാം അല്ലെ. ഈ ടേബിളിൽ 3 കോളം ഉണ്ട്. ഒന്നാമത്തെ കോളം നോക്കൂ, പോസിബിലിറ്റീസ്. രണ്ടാമത്തെ കോളം നമ്മൾ കോൺ, അതായത് ചോളം. മൂന്നാമത്തെ കോളം കോട്ടൺ. ഒരു രാജ്യം പരുത്തിയും അതുപോലെ തന്നെ ചോളവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. വിവിധ യൂണിറ്റിലായിട്ടാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. നോക്കൂ, എ എന്നുള്ളൊരു കോമ്പിനേഷനിൽ ആദ്യം കോൺ 0 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ പരുത്തി എത്ര യൂണിറ്റാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത്? 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തു. അടുത്തത് നോക്കൂ, ബി എന്നൊരു കോമ്പിനേഷനിൽ നമ്മൾ കോൺ 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. അതായത് 0 നിന്നും 1 കൂടിയില്ലേ, 1 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചപ്പോൾ പരുത്തി 10 യൂണിറ്റ് ആയത് 9 യൂണിറ്റ് ആയിട്ട് കുറഞ്ഞു. അതായത് 1 യൂണിറ്റ് കുറവായി. ഇനി സി എന്ന കോമ്പിനേഷനിലോ 1 യൂണിറ്റിൽ നിന്നും 2 യൂണിറ്റ് ആയി. ഏത് വസ്തു? അതായത് കോൺ എന്ന ഒരു ഗുഡ് 1 യൂണിറ്റിൽ നിന്നും 2 യൂണിറ്റ് ആയി മാറി. അതേ സ്ഥാനത്ത് കോട്ടൺ എത്രയായി കുറഞ്ഞു? 9 നിന്നും 7 ആയിട്ട് കുറഞ്ഞു. 2 യൂണിറ്റ് അവിടെ കുറഞ്ഞു. ഇനി ഡി എന്ന കോമ്പിനേഷനിൽ കോൺ 3 ആകുമ്പോൾ കോട്ടൺ 4 ആകുന്നു. അടുത്തത് പോസിബിലിറ്റീസിൽ ഇ ആവുമ്പോഴോ കോമ്പിനേഷൻ ഇ വരുന്ന സമയത്ത് കോൺ 4 ആകുന്ന സമയത്ത് നമ്മുടെ കോട്ടൺ എത്രയാണ്? 0 യൂണിറ്റ് ആണ്. 0 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ ഇത്തരം യൂണിറ്റുകളെ കൂട്ടിമുട്ടി വരയ്ക്കുന്ന രേഖയെയാണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിൽ താഴത്തൊരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, താഴത്ത് കോൺ കൊടുത്തിട്ടുണ്ട്, മുകളിൽ കോട്ടൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കോൺ OX axis represent corn and OY axis represent cotton. A, B, C, D, E are the different combination. PPC curve shape is concave to the origin or downward sloping curve. എന്താണ് പറയുന്നത്? OX അക്ഷം കോണിനെയും അതായത് ചോളത്തെയും OY അക്ഷം പരുത്തിയെയും സൂചിപ്പിക്കുന്നു. A, B, C, D, E എന്നിവ ഡിഫറെന്റ് കോമ്പിനേഷനുകൾ ആണ്. ഈ PPCയുടെ കർവ് എങ്ങനത്തെയാണ്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. മനസ്സിലായോ? അടുത്ത പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മുമ്പ് ടീച്ചർ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു പട്ടിക കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നമ്മളിപ്പോ കുറച്ച് മുമ്പ് ഒന്ന് ഡിസ്കസ് ചെയ്ത് നിർത്തിയ പട്ടിക പോസിബിലിറ്റീസ്, കോൺ ആൻഡ് കോട്ടൺ. ഇതിൽ നോക്കൂ, കോൺ എന്ന് പറയുന്നത് ഗുഡ് 1 ആയിട്ട് നമ്മൾ സങ്കല്പിക്കുക. കോട്ടൺ എന്ന് പറയുന്നത് ഗുഡ് 2 ആയിട്ട് സങ്കല്പിക്കണം കേട്ടോ. അപ്പൊ നോക്കിക്കോളൂ, ആദ്യം കോൺ 0 യൂണിറ്റ് ആണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ചത്. അതേ സ്ഥാനത്ത് അതേ സമയത്ത് പരുത്തി എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു മക്കളെ? 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു അല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിച്ചത് ഗുഡ് 2 ആയ കോട്ടൺ ആണ്. ഇനി അടുത്ത ബി എന്നുള്ളൊരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ബി എന്നൊരു പോസിബിലിറ്റീസിൽ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിച്ചു? 1 യൂണിറ്റ് കോൺ ഉൽപ്പാദിപ്പിച്ചു. അതായത് ഗുഡ് 1 ആയ കോൺ അതായത് ചോളം എത്ര യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു? 0 നിന്നും 1 കൂടി 1 യൂണിറ്റ് ആയിട്ട് മാറി. അതേ സമയത്ത് പരുത്തിന്റെ അളവ് കൂടിയോ കുറഞ്ഞോ? ഗുഡ്, എല്ലാവർക്കും അറിയാലേ, കുറഞ്ഞു. 10 നിന്നും 9 ആയി മാറി. അതായത് 10 നിന്നും 1 കുറഞ്ഞതല്ലേ 9 എന്ന് പറയുന്നത്. ഗുഡ് 1 ആയ കോൺ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് 2 ആയ കോട്ടണിൽ നിന്നും 1 യൂണിറ്റ് നമ്മൾ കുറച്ചു. അടുത്തത് നോക്കൂ, സി എന്നൊരു കോമ്പിനേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് 9 യൂണിറ്റ് ആയ കോട്ടണിൽ നിന്നും 7 യൂണിറ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തു. അതേ സമയത്ത് കോൺ എത്ര യൂണിറ്റ് കൂടി? 1 യൂണിറ്റും കൂടി. അതായത് 1 നിന്നും 2 ആയി. ഗുഡ് 1 ലഭിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് 2ന്റെ ഗുഡ്സ് ആൻഡ് സർവീസസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ആ അളവില് മാറ്റങ്ങൾ വരുത്തുകയാണ്, അല്ലെങ്കിൽ ഓരോ യൂണിറ്റും നമ്മൾ ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ തിരസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഗുഡ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗുഡിന്റെ യൂണിറ്റിൽ നമ്മൾ അളവിൽ മാറ്റം വരുത്തുന്നു അല്ലെങ്കിൽ ആ അളവിനെ കുറയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. ഡെഫിനേഷനും കൂടി ടീച്ചർ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവും.
opportunity cost. In economics, opportunity cost is very important. Sometimes it is also called economic cost. ഈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ നമ്മൾ എക്കണോമിക് കോസ്റ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വൺ വേർഡിന് ചോദിക്കുന്ന ചോദ്യമാണ് എക്കണോമിക് കോസ്റ്റ് ഈസ് ആൾസോ കോൾഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ നിങ്ങൾ. If we want to have more of one the goods, we will have less of the other good. Thus, there is always a cost of having a little more of one good in terms of the amount of other good that has to be foregone. എന്താ പറയുന്നത്? സിമ്പിൾ ആണ് അല്ലേ? നമ്മൾ നേരത്തെ ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഗുഡ് 1 ലഭിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് 2ന്റെ അളവിൽ നമ്മൾ എന്ത് ചെയ്യാണ്? മാറ്റങ്ങൾ വരുത്തുകയാണ്. അല്ലെങ്കിൽ ഗുഡ് 2 കുറച്ച് നമ്മൾ ഗുഡ് 1 നേടുന്നു. ഒരു ഗുഡ് കുറച്ച് മറ്റൊരു ഗുഡ് നേടുന്നതിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. This is known as the opportunity cost of an additional unit of goods. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. എക്കണോമിക് ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ എക്കണോമിയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെയാണ് സെൻട്രലി പ്ലാൻഡ് എക്കണോമി, രണ്ടാമത്തെയാണ് ദ മാർക്കറ്റ് എക്കണോമി ആൻഡ് മൂന്നാമത്തെയാണ് മിക്സഡ് എക്കണോമി തുടങ്ങിയവ. അപ്പൊ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പരിചയപ്പെടാം. ഒന്നാമത്തെ ദ സെൻട്രലി പ്ലാൻഡ് എക്കണോമി. All important decisions regarding the production, exchange and consumption of all goods and services made by the government. എല്ലാ ബേസിക് ആയിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസും നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ് എക്കണോമിക് ആക്ടിവിറ്റീസ്? പ്രൊഡക്ഷൻ, കൺസപ്ഷൻ ആൻഡ് എക്സ്ചേഞ്ച് അല്ലേ? ദീസ് ആർ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എൻ എക്കണോമി. അപ്പോൾ പ്രൊഡക്ഷനെ കുറിച്ചിട്ടും എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടും കൺസപ്ഷനെ കുറിച്ചിട്ടും ബേസിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഇവിടെ ഗവൺമെന്റ് ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു സമ്പദ്ഘടനയെയാണ് നമ്മൾ ദ സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ആ ഒരു എക്കണോമിയിൽ വ്യക്തികൾക്ക് ഒരു റോളും ഉണ്ടാവില്ല. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അവിടെ സ്ഥാനമേ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള സമ്പദ്ഘടനയാണ് ദ സെൻട്രലി പ്ലാൻഡ് എക്കണോമി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ നമ്മൾ പഠിക്കാൻ പോണതാണ് ദ മാർക്കറ്റ് എക്കണോമി. All economic activities are organized through the market. In market economy, the price mechanism decide what to produce and how to produce and whom to produce. എന്താണ് പറയുന്നത്? കമ്പോളത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. പ്രൈസ് മെക്കാനിസം ആണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുക കേട്ടോ. എന്ത് ഉൽപ്പാദിപ്പിക്കും? വാട്ട് ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ആരായിരിക്കും? പ്രൈസ് മെക്കാനിസം ആണ്. ടീച്ചർ ഒരു ഉദാഹരണം പറയാം. നമ്മൾ മാർക്കറ്റിൽ വിൽക്കുന്ന ഗുഡ്സിന് നല്ല രീതിയിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ഉദാഹരണം പറയാം, ഇപ്പം നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാറുണ്ട്, സ്മാർട്ട് ഫോണൊക്കെ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ റെഡ്മി എന്നൊരു കമ്പനീൻ്റെ ഫോണാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് കമ്പനി എന്ത് ചെയ്യും? റെഡ്മിക്ക് വില കൂട്ടിക്കൊണ്ടേയിരിക്കും. 10,000 രൂപ കൊണ്ട് 10,000 രൂപ കൊടുത്താൽ നമുക്കൊരു മൊബൈൽ ഫോൺ വാങ്ങാം അല്ലേ? ആ 10,000 രൂപ എന്നത് അവർ 15, 16, 20, 25 അങ്ങനെ എന്ത് ചെയ്യും? അവർ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഏത് ഗുഡിനാണോ മാർക്കറ്റിൽ ഡിമാൻഡ് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യും? പ്രൈസ്, വില കൂട്ടിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് പ്രൈസ് മെക്കാനിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ മാർക്കറ്റ് എക്കണോമിയിൽ പ്രൈസ് മെക്കാനിസം ആണ്, അല്ലെങ്കിൽ മാർക്കറ്റാണ് തീരുമാനിക്കുക എന്തുൽപ്പാദിപ്പിക്കും, എങ്ങനെ ഉൽപ്പാദിപ്പിക്കും, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കും എന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മിക്സഡ് എക്കണോമി. Mixed economy solve the basic problems through a combination of market mechanism and central planning. ഈ മിക്സഡ് എക്കണോമിയിൽ ഗവൺമെന്റിന്റെ കൺട്രോളും ഉണ്ടാകും, അതേ സ്ഥാനത്ത് മാർക്കറ്റിന്റെ കൺട്രോളും ഉണ്ടാകും. രണ്ടിന്റെയും മിശ്രിതമാണ് മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ ഇന്ത്യ എന്നുള്ള രാജ്യം ഒരു മിക്സഡ് എക്കണോമിയാണ്. എന്താണ് പറയാൻ കാരണം? നമ്മുടെ രാജ്യത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം ധാരാളം പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ട് അല്ലേ? ഒരുപാട് വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ നമ്മളൊരു യാത്ര പോവുകയാണ്. അപ്പൊ യാത്ര പോകുമ്പോൾ നമ്മൾ ബസ്സിനെയാണ് ആശ്രയിക്കുന്നുണ്ട് വെക്കും കേട്ടോ. ഒരുപാട് പ്രൈവറ്റ് ബസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ KSRTC ബസ്സുകൾ ഉണ്ടാവും അല്ലേ? ഈ KSRTC ബസ് എന്ന് പറയുന്നത് ഏതിന്റെ അണ്ടറിൽ വരുന്നതാണ്? അതായത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ് KSRTC ബസ്സുകൾ. അതേ സ്ഥാനത്ത് നമുക്ക് പ്രൈവറ്റ് ബസ്സും ഉണ്ട് അല്ലേ? ഒരു സ്ഥലം വരെ പോകാൻ നമുക്ക് പ്രൈവറ്റ് ബസ്സിനെ നമുക്ക് ആശ്രയിക്കാൻ പറ്റും. അപ്പൊ ഈ പ്രൈവറ്റ് ബസ് എന്ന് പറയുന്നത്
പറയുന്നത് ഏതിന്റെ കീഴിൽ വരുന്നതാണ്? ഓരോരോ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കീഴിൽ വരുന്നതാണ് അല്ലേ. അപ്പോൾ നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് ഗവൺമെന്റ് സ്ഥാപനങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസും ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടിന്റെയും മിശ്രിതമാണ് നമ്മുടെ മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി താഴത്തെ ടീച്ചർ ചെറിയൊരു പട്ടിക കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയും സോഷ്യലിസ്റ്റ് എക്കണോമിയും അതുപോലെ തന്നെ മിക്സഡ് എക്കണോമിയും ഫോളോ ചെയ്യുന്ന രാജ്യങ്ങള്. ആദ്യം നോക്കിക്കോളൂ, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. ഈ ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ഫോളോ ചെയ്യുന്ന രാജ്യങ്ങളാണ് ബ്രിട്ടൻ ആൻഡ് USA എന്ന് പറയുന്നത്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എക്കണോമിയാണ് കേട്ടോ. അത് നിങ്ങൾ ഓർക്കണം. അതായത് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. എപ്പോഴും മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിന്റെ അൾട്ടിമേറ്റ് ഗോള്, പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ലാഭം നേടുക അല്ലെ. ഇതല്ലാതെ അവർക്ക് വേറൊരു ലക്ഷ്യം തന്നെ ഇല്ല കേട്ടോ. രണ്ടാമത്തെയാണ് സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ സെൻട്രലി പ്ലാൻഡ് എക്കണോമി എന്ന് പറയുന്നത്. ഫുള്ളി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗവൺമെന്റ് ആയിരിക്കും, സർക്കാരിന്റെ കീഴിലായിരിക്കും എല്ലാ പ്രവർത്തനങ്ങളും വരുന്നത്. അവിടെ ആർക്ക് സ്ഥാനമില്ല മക്കളെ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് അവിടെ സ്ഥാനം ഉണ്ടായിരിക്കുന്നില്ല. അത്തരം രാജ്യങ്ങളാണ് റഷ്യ, ചൈന തുടങ്ങിയവ. ഇനി മിക്സഡ് എക്കണോമിയിലെ മിശ്ര സമ്പദ് വ്യവസ്ഥ നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും ഇതുവരെ എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു കേട്ടോ.